ഒരിക്കൽ കൂടി പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോവുകയാണ്. ഇസ്രയേലിൽ ചാവേർ സ്ഫോടനമുണ്ടാകുന്നു. ജാഫയിലെ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ട് വരുന്നു. ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈലുകൾ തൊടുത്തതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇസ്രയേലിന് നേരെ ഇറാൻ 100-ലധികം മിസൈലുകൾ തൊടുത്തു എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ. ലെബനിൽ കടന്നു കയറിയുള്ള കരയുദ്ധത്തിന് മറുപടി വരുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നാണ്. ഇസ്രയേലിന് നേരെ കനത്ത മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു. എസ് രാംകുമാറുണ്ട്. രാംകുമാർ, ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ഏത് മിസൈൽ ആക്രമണത്തെയും പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ ശക്തമായ അയൺഡോം സംവിധാനങ്ങൾ അടക്കമുണ്ട്. ഒരു ഇരുമ്പ് കോട്ട കിട്ടിയ ഒരു രാജ്യമാണ് ഇസ്രയേൽ. പക്ഷേ അതിന് കടന്നു കയറി കഴിഞ്ഞ ഒക്ടോബർ 7-ഉണ്ടായ ആക്രമണം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ജാഫയിലേതും സമാനമായ ഒരു ചാവേർ ആക്രമണം, അത് നേരിട്ട് രാജ്യത്തിനകത്ത് കയറിയുള്ള ആക്രമണത്തിലേക്കൊക്കെ പോകുമ്പോൾ അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവിടുത്തെ ജനങ്ങൾക്കും ആശങ്കയുണ്ടാക്കുന്നതല്ലേ? ഗോകുൽ, കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ആദ്യം ഇതുപോലെ റോക്കറ്റുകൾ, ഗസയിൽ നിന്ന് തുടർച്ചയായി റോക്കറ്റുകൾ വരുന്നു. ഈ പ്രകമ്പനങ്ങളുടെ ഒരു മറ പിടിച്ചുകൊണ്ടാണ് അന്ന് ഹമാസിന്റെ പ്രവർത്തകർ ഇസ്രയേലിന്റെ മണ്ണിലേക്ക് ഈ വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ട് കടന്നു ചെല്ലുകയും ഒരു മിന്നലാക്രമണം നടത്തുകയും ചെയ്തത്. സമാനമായ ഒരു സാഹചര്യത്തിനാണ് ഇപ്പോഴും ഇസ്രയേലിൽ കളമൊരുങ്ങുന്നത് എന്ന ആശങ്കയുണ്ട്. കാരണം 3000-ഓളം ഹിസ്ബുള്ള പ്രവർത്തകർ വടക്കൻ അതിർത്തിയിൽ കാത്തു നിൽക്കുന്നു എന്നാണ് ഇസ്രയേൽ മിലിറ്ററി ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ജനങ്ങൾക്ക് നൽകിയ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നത്. അത് ഒരേ സമയം ഒരു വ്യോമാക്രമണവും അതേസമയം തന്നെ ഒരു കര വഴിയുള്ള ഒരു ആക്രമണത്തിനും ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന് വേണം ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. കാരണം 100-ഓളം മിസൈലുകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് തൊടുത്തിട്ടുള്ളത് ഇസ്രയേൽ ലക്ഷ്യമാക്കി. അവ ടെല്ലവീവിന്റെ ആകാശത്ത് ഈ മിസൈലുകൾ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. പലതും ഈ ഇസ്രയേലിന്റെ ഇരുമ്പുമറയിൽ തട്ടി തകർന്നു വീഴുകയാണ്. നിലവിൽ മിസൈലുകൾ ഏതെങ്കിലും ജനവാസ മേഖലയിലോ അല്ലെങ്കിൽ ഭൂമിയിൽ പതിച്ചതായോ റിപ്പോർട്ടുകളില്ല. ആകാശത്ത് ഇതിന്റെ മിസൈലുകൾ എത്തിയതിന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം തന്നെ അതിർത്തിയിൽ 3000-ഓളം തീവ്രവാദികൾ കാത്തു നിൽക്കുന്നുവെന്നാണ് ഇസ്രായേൽ മിലിറ്ററി പറയുന്നത്. തീവ്രവാദികൾ എന്ന് അവർ പറയുന്നത് ഹിസ്ബുള്ള പ്രവർത്തകരെയാണ്. ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന് ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇറാനും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ US ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇങ്ങനെയൊരു ആക്രമണത്തിന് ഇറാൻ പദ്ധതിയിടുന്നതായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇസ്രായേൽ അവിടുത്തെ ജനങ്ങളോട് ബങ്കറുകളിലേക്കും മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ ഇസ്രായേലിൽ ഉടനീളം ഈ അപായ സൈറനുകൾ മുഴങ്ങുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അമേരിക്കയിലും മറ്റും കൂടിയാലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. വൈറ്റ് ഹൗസിൽ ഇപ്പോൾ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും അടിയന്തര യോഗം ചേരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. തീർച്ചയായിട്ടും ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് പശ്ചിമേഷ്യ. കാരണം ഇറാനും ഇസ്രയേലും ഇതുവരെ നേരിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. ഇറാന്റെ നിഴൽ സംഘടനകളായ ഹമാസ്, ഹൂതികളും അതുപോലെ ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകളാണ് ഇതുവരെ ഇസ്രയേലിനോട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഇറാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇറാനും ഇസ്രയേലും നേരിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്രയേൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അതിന് അധികം വൈകുകയുമില്ല. കാരണം നമുക്കറിയാം, ഹമാസ് കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധപ്രഖ്യാപനം നടത്തുകയും ഹമാസിനെതിരെ ആഞ്ഞടിക്കുകയുമായിരുന്നു. ആ യുദ്ധം ഇപ്പോൾ 1 വർഷം കഴിയുമ്പോഴും അവസാനിച്ചിട്ടില്ല. ഹമാസിനെതിരെ തുടങ്ങിവെച്ച ആ ഒരു പ്രത്യാക്രമണം ഇപ്പോൾ ഏകപക്ഷീയമായ ഒരു വംശഹത്യയിലേക്കോ ഒരു കൂട്ടക്കുരുതിയിലേക്കോ നീങ്ങിയിരിക്കുകയായിരുന്നു ഗസയിൽ. നമുക്കറിയാം, ഗസ നരകതുല്യമായിരിക്കുകയാണ്. ഈ ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതിനു പിന്നാലെയാണ് ഹിസ്ബുള്ള ലെബനനിൽ നിന്ന് ഇസ്രയേലിന് നേരെ ആക്രമണം കടുപ്പിച്ചത്. പലതവണ റോക്കറ്റുകൾ തൊടുത്തു. ഇതിന് ഇസ്രയേൽ സമയങ്ങളിൽ തന്നെ തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി ഇസ്രയേൽ അവരുടെ യുദ്ധ ലക്ഷ്യങ്ങളുടെ അത് വിപുലീകരിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഹിസ്ബുള്ളയുടെ ഭീഷണി അവസാനിപ്പിക്കുക എന്നതായിരുന്നു. മറ്റൊന്ന്, ഈ ഹിസ്ബുള്ളയുടെ ഭീഷണി മൂലം പലായനം ചെയ്യേണ്ടി വന്ന തെക്കൻ ഇസ്രയേലിലെ ജനങ്ങളെ അവരുടെ ജന്മസ്ഥലത്ത് തിരിച്ചെത്തിക്കുക എന്നൊരു ലക്ഷ്യവുമായിരുന്നു യുദ്ധകാല മന്ത്രിസഭ
ഈ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പ്രഖ്യാപിച്ചത്. ഇതിനു പിന്നാലെയാണ് ലെബനനിൽ പേജർ സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഈ പേജർ സ്ഫോടനങ്ങളിൽ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനങ്ങൾ തകർന്നു. അവരുടെ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് അവരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ പേജർ സ്ഫോടനങ്ങൾ. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ അവരുടെ വോക്കി ടോക്കികൾ സമാന രീതിയിൽ പൊട്ടിത്തെറിച്ചു. അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാം തന്നെ ഒരു ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ഹിസ്ബുള്ളയെ തകർത്ത് തീർച്ചയായിട്ടും ഹിസ്ബുള്ളയുടെ ആത്മവിശ്വാസം കെടുത്തി അവരുടെ സംഘടനാപരമായ ഒരു ശേഷിയെ ഇല്ലാതാക്കി എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇസ്രയേൽ വീണ്ടും ഒരു വ്യോമാക്രമണത്തിലേക്ക് കടന്നത്. ഈ വ്യോമാക്രമണത്തിൽ ബെയ്റൂത്തിലുണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവായ ഹസൻ നസറുള്ളയെ വധിക്കാനും ഇസ്രയേലിന് സാധിച്ചു. ഇതോടുകൂടിയിട്ട് ഈ ഹിസ്ബുള്ള എന്ന സംഘടന അടിയറവ് പറയും എന്നായിരുന്നു ഇസ്രയേൽ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ ഇപ്പോൾ തെറ്റിയിരിക്കുന്നു. ഇറാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇതുവരെ പരോക്ഷമായിട്ടാണ് ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒക്കെ പിന്തുണച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നൂറുകണക്കിന് മിസൈലുകളാണ് ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് തൊടുത്തിട്ടുള്ളത്. ഈ മിസൈലുകൾ ഇസ്രയേലിൻ്റെ ആകാശത്ത് നമുക്ക് ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇവ വലിയ ഭീഷണി ഉയർത്തുകയാണ്, വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയാണ്. പശ്ചിമേഷ്യ ഒരു ഗുരുതരമായ യുദ്ധത്തിലേക്ക് കടക്കുകയാണ് ഇസ്രയേൽ. ഗോകുൽ, ഇന്ന് രാവിലെ IDF-ന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം, അത് ഒരു പരിമിതമായ ആക്രമണം, അതും ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ളത്. ലെബനിലെ കരയുദ്ധത്തിൽ അവരങ്ങനെയാണ് പരിമിതമായ ഒരു ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാന്റെ തിരിച്ചടി അതൊരു ചില്ലറയല്ല, തീമഴ പെയ്യുകയാണ്. അയൺ ഡോമിൽ തട്ടി താഴേക്ക് വീഴുന്ന മിസൈലുകളുടെ എണ്ണിയെടുക്കാനാവാത്ത വിധം അത്തരത്തിൽ തീഗോളങ്ങളായി മാറുന്നു. ഇസ്രയേലിലേക്ക് കനത്ത ആക്രമണം വരുമ്പോൾ നെതന്യാഹു ലോകരാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് ഈ യുദ്ധത്തിൽ ഇസ്രയേലിനൊപ്പം നിൽക്കുന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അടക്കം അഭ്യർത്ഥനകളെയെല്ലാം ചെവിക്കൊള്ളാതെയാണ് ഈ കനത്ത കരയുദ്ധത്തിലേക്ക് കടന്നത്. ഇത് തീവ്രമായ ഒരു നിലയിലേക്ക്, അല്ലെങ്കിൽ രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്ക്, നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഈ അമേരിക്ക അടക്കം എന്ത് നിലപാടെടുക്കുമെന്നത് ശ്രദ്ധേയമല്ലേ. പെന്റഗൺ പ്രത്യേകിച്ച് കൂടുതൽ സൈനിക വിന്യാസം ഇറാന്റെ സേന വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് സൈനിക വിന്യാസത്തിനൊക്കെ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ടല്ലോ. ഗോകുൽ, ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതിനു പിന്നാലെ തന്നെ അമേരിക്ക ഈ പശ്ചിമേഷ്യയിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിരുന്നു. കാരണം ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് ഈ മേഖല നീങ്ങുന്നുവെന്നത് അമേരിക്ക മുൻകൂട്ടി കണ്ടത് തന്നെയാണ്. മാത്രമല്ല, ഇന്ന് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുവെന്ന കാര്യവും ആദ്യം മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയാണ്. അവർ ഇസ്രയേലിന് വളരെ നേരത്തെ തന്നെ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെ തന്നെ അമേരിക്കയിൽ കൂടിയാലോചനകളും ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാന് കർശനമായ ഒരു മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു. കാരണം ഇസ്രയേലിനെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ഇടപെടും എന്ന് തന്നെയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അതിനുള്ള സമയമായിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തിരിക്കുന്നു. അവർ അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ മുന്നറിയിപ്പുകളെ അവഗണിച്ചിരിക്കുകയാണ്. അവർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവർ ഇസ്രയേലിലേക്ക് നൂറുകണക്കിന് മിസൈലുകൾ തൊടുത്തിരിക്കുന്നു. അതിപ്പോൾ ടെല്ലവീവിലും ജെറുസലേമിലുമെല്ലാം ഭീഷണിയായി അത് ആകാശത്ത് ദൃശ്യമാകുന്നു. ഗോകുൽ, ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇതാ വരുന്നത്. ആകാശത്തെ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ, ഇതുപോലെ നിരത്തുകളിൽ പരിഭ്രാന്തി പടർത്തുന്ന ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ അടക്കം ദൃശ്യങ്ങൾ ഇസ്രയേലിൽ നിന്നുള്ളത് വരുന്നു. അയൺ ഡോമിൽ തട്ടി തകർന്നു വീഴുന്നത് നൂറുകണക്കിന് മിസൈലുകളാണ്. ഇറാൻ ഇസ്രയേലിന് നേരെ പ്രത്യക്ഷ യുദ്ധത്തിലേക്ക്, അവരുടെ ആയുധ പിന്തുണയ്ക്കപ്പുറത്തേക്ക് നേരിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യയിലാകെ അത് അശാന്തി പടർത്തുകയാണ്. ആയിരങ്ങളാണ് ഈ കഴിഞ്ഞ യുദ്ധത്തിൽ ഇത്ര കാലത്തിനിടയിൽ, ഏതാണ്ട് ഒരു കൊല്ലത്തോടടുക്കുമ്പോൾ ഇത്ര പേർ, ആയിരക്കണക്കിന് പേർ, 40,000-ലധികം പേർ ഗസയിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പലസ്തീനിൽ തന്നെ അത്രയേറെ മനുഷ്യരെ നഷ്ടമായിട്ടുണ്ട്. ഇനി എത്ര പേർ എന്ന ആശങ്ക ഉയർത്തുന്നതാണ് ഈ മിസൈൽ വർഷത്തിന്റെ ദൃശ്യങ്ങൾ. തിരികെ എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.